ഹലോ ഹായ്. അപ്പം നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. നിങ്ങളുടെ ഫസ്റ്റ് ടേമിലെ പോർഷൻസ് കുറച്ച് ഏതൊക്കെയാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിച്ചിട്ടുള്ളത് എന്നുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാനാണ്. ഓക്കെ, നമ്മൾ ഇൻഡെപ്തായിട്ട് കാര്യങ്ങളൊന്നും പോകുന്നില്ല. സംഭവം എന്താണെന്നുള്ളതൊന്ന് മനസ്സിലാക്കുക, സെറ്റാക്കുക, ഏറെക്കുറെ ഏതൊക്കെയാണ് വരുന്നതെന്നുള്ളത് ചോദിക്കുക. കൂടുതലും നിങ്ങൾ സെക്കൻഡ് ടേമിൽ നിന്ന് തന്നെയാണ് ചോദിക്കുന്നത്. പക്ഷെ ഫസ്റ്റ് ടേമിൽ നിന്ന് ഈ പറഞ്ഞാൽ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, അപ്പം അത് അറിഞ്ഞിരിക്കണം. നമ്മൾ ഏഷ്യമിട്ട് തുടങ്ങാൻ പോകും. ഓക്കെ, ഫസ്റ്റ് തന്നെ തുടങ്ങുന്നത് പേഴ്സൺ വാസ് മണി ടു ദ ഫേം ഇസ് കോൾഡ്. ഓക്കെ, കുറെ ടേംസ് ഉണ്ട് നിങ്ങളുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ. ഡെറ്റർ, ക്രെഡിറ്റർ, അസറ്റ്, ലയബിലിറ്റി, അതൊക്കെ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അത് അറിഞ്ഞിരുന്നാൽ മാത്രമേ ഇനി അങ്ങോട്ട് പോകുമ്പോൾ എന്താ സംഭവം എന്നുള്ളത് നമുക്കൊരു ഏകദേശം ഐഡിയ കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഫേമിന് പൈസ കൊടുക്കാനുള്ള ആൾ, അതെന്താണ്? ഡെറ്ററാണ്. ഓക്കെ, നമ്മൾ ഫേമിന് വേറെ ആർക്കെങ്കിലും പൈസ കൊടുക്കാനുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അയാൾ ക്രെഡിറ്ററാണ്. നമുക്ക് ഇങ്ങോട്ട് പൈസ, ഫേമിന് ഇങ്ങോട്ട് പൈസ കിട്ടാനുള്ളതാണെങ്കിൽ അതെന്തായിരിക്കും വരുന്നത്? ഡെറ്ററാണ് വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് കോമ്പോണന്റ് ഓഫ് GST ആപ്ലിക്കബിൾ ടു ഇന്റർ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻ. ഓക്കെ, നമുക്ക് അത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് എന്താ സംഭവം എന്നുള്ള പോവാം. പിന്നെ റെക്കോർഡിംഗ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ ജേർണലിസ്റ്റ് കോൾഡ് എന്താണ്? ജേർണലൈസിങ്. ഓക്കെ, അത് രണ്ടും നെട്ടും ചോദിച്ചിട്ടുണ്ട്, അത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, റെക്കോർഡിംഗ് ബിസിനസ് ട്രാൻസാക്ഷൻ ദ ജേർണലിസ്റ്റ് കോൾഡ് ജേർണലൈസിംഗ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഓക്കെ, GST സംഭവം നമുക്ക് പഠിക്കാനുള്ളത് ഇൻട്രാ സ്റ്റേറ്റും ഇന്റർ സ്റ്റേറ്റും ആണ് GST വരുന്നത്. ഓക്കെ, ഇത് കുറെ വട്ടം ഇങ്ങനെ ചോദിക്കാറുണ്ട്. ഓക്കെ, ഇൻട്രാ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റേറ്റിന്റെ അകത്ത് നടക്കുന്നതാണ്. ഓക്കെ, ഒരു സ്റ്റേറ്റിന്റെ അകത്ത് നടക്കുന്ന GST ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇന്റർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് സ്റ്റേറ്റുകൾ തമ്മിൽ നടക്കുന്ന ആ ഒരു ഇടപാടിനെയാണ് ഇന്റർ സ്റ്റേറ്റ്. രണ്ട് സ്റ്റേറ്റ്, ഇവിടെ സ്റ്റേറ്റ് അകത്താണ് വരുന്നത്. അത് വരുമ്പോൾ സ്റ്റേറ്റിന് അകത്ത് തമ്മിൽ നടക്കുന്ന എന്തുവാ വരുന്നത്? CGST വരും, SGST വരും. CGST എന്ന് പറഞ്ഞാൽ എന്താണ്? സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സും ഇവിടെ സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സും ആണ് വരുന്നത്. ഓക്കെ, സെൻട്രൽ സ്റ്റേറ്റും കൂടെ ഈ പറഞ്ഞ പോലെ രണ്ട് ഇതായിട്ട് എടുക്കും. ഓക്കെ, ഇനി രണ്ട് സ്റ്റേറ്റുകൾ തമ്മിലാണെങ്കിൽ അതിനെ വിളിക്കുന്നതാണ് IGST എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. കാരണം IGST എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ രണ്ട് സ്റ്റേറ്റുകൾ തമ്മിൽ നടക്കുന്നത് എന്താണെന്നുള്ള രീതിയിൽ ചോദിക്കാം. ഇൻ്റഗ്രേറ്റഡ് എന്നുള്ള രീതിയിലാണ് വരുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ഇങ്ങനെ ഇൻഡെപ്തായിട്ട് ഭയങ്കരമായിട്ടൊന്നും അല്ലെങ്കിലും ഇതേപോലുള്ള രീതിയിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി അടുത്തത് അറേഞ്ച് ദ ഫോളോയിങ് യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ആസ് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ. ഓക്കെ, ഇന്റേണൽ ആരൊക്കെയാണ്, എക്സ്റ്റേണൽ ആരൊക്കെയാണെന്നുള്ളതാണ്. അത് ക്ലാസിഫൈ ചെയ്യാനും, അത് ഫസ്റ്റ് ചാപ്റ്ററിൽ വരുന്നതാണ്. അത് ക്ലാസിഫൈ ചെയ്യാനും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസും വരും. ഓക്കെ, കൊടുത്തിട്ട് അവർ ജസ്റ്റ് അത് രണ്ടും കൂടെ രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യും. ഇന്റേണൽ ആയിട്ടുള്ള യൂസേഴ്സ് ആയിരിക്കണം, എക്സ്റ്റേണൽ ആയിട്ടുള്ള യൂസേഴ്സ്. അപ്പോൾ ഇന്റേണൽ യൂസേഴ്സ് ഏതൊക്കെയാണ്, എക്സ്റ്റേണൽ യൂസേഴ്സ് ഏതാണെന്നുള്ള നമ്മൾ കുറേ കാണുമ്പോൾ നമുക്ക് ഒരു ഐഡിയ കിട്ടൂല. പക്ഷെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഓക്കെ ആരൊക്കെ ആയിരിക്കും വരുന്നത് ഇന്റേണൽ എക്സ്റ്റേണൽ എന്നുള്ള ഇതിപ്പം കാണാതെ പഠിച്ചിട്ടൊന്നും പോയല്ലോ. ഇത് ജസ്റ്റ് കുറച്ച് എക്സാമ്പിൾസേ കൊടുത്തിട്ടുള്ളൂ. പക്ഷെ ഇവിടെ എന്തോ കൊടുത്തേക്ക് നമുക്ക് സൂപ്പർവൈസർ എന്ന് പറയുമ്പോൾ എന്തുമായിരിക്കും? ഒരു കമ്പനിയുടെ അകത്ത് കാര്യങ്ങൾ നോക്കുന്ന ആളാണ്. അപ്പോൾ അതെന്തായിരിക്കും? ഇന്റേണലാണ്. ഓക്കെ, ലേബർ യൂണിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പുറത്താണ്. ഓക്കെ, ലേബർ യൂണിയൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പനിയായിട്ട് ബന്ധപ്പെട്ട് മാത്രമാണോ? അല്ല, ലേബർ യൂണിയൻ പല കമ്പനിയിലുള്ളവർ വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ലേബർ യൂണിയൻ എന്ന് പറയുന്നത്. അപ്പോൾ അവരെന്തായിരിക്കും? ഔട്ട്സൈഡർ ആയിരിക്കും. ഓക്കെ, ഇനി വരുന്ന ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കാനുള്ള ആൾക്കാരാണ്. അത് നമ്മുടെ കമ്പനിയുടെ അകത്ത് വരുന്ന ആൾക്കാരാണോ? അല്ല, അപ്പം എക്സ്റ്റേണലാണ്. ഓക്കെ, മാനേജിങ് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പനി മാനേജ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ എന്തുമായിരിക്കും വരുന്നത്? ഇന്റേണൽ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒരു അർത്ഥം വെച്ച് മനസ്സിലാക്കി നമ്മളത് ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് കൊടുത്തേക്കുന്നതൊക്കെ അങ്ങനെ തന്നെ ചോദിക്കണമെന്നുള്ളത് ഓപ്ഷൻ കുറവായിരിക്കും. ഓക്കെ, പിന്നെ പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞാൽ ഗ്യാപ്പാണ് പറഞ്ഞാൽ ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പോളിസീസ് ആണ്. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ചും ഭയങ്കരമായിട്ടെന്നുള്ള രീതിയിലൊന്നും പഠിക്കണമെന്ന് ഞാൻ പറയില്ല. പക്ഷെ നമ്മൾ ഒരു ഐഡിയ നമുക്ക് വേണം. ഓക്കെ, എന്താണ് സംഭവം എന്നുള്ളത് നമുക്ക് കുറച്ചെങ്കിലും ഒക്കെ ഒരു ഐഡിയ സംഭവം എന്താണെന്നുള്ളത് വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ ഒരു നോക്കിയതാണ്. അത് എസ് എന്നുള്ള രീതിയിലോ നമ്മൾ ഗ്യാപ്പ് അങ്ങനെയുള്ള രീതിയിലൊന്നും ചോദിക്കത്തില്ല. പക്ഷെ കൃത്യമായിട്ട് നമുക്കത് എന്താണെന്നുള്ള കുറച്ചെങ്കിലും നമ്മൾ ജസ്റ്റ് ഇത് പഠിച്ചു വെക്കുക. ഓക്കെ, പിന്നെ അടുത്തത് ചോദിച്ചിട്ടുള്ളത് ഡിഫറെൻറ്റ് സിസ്റ്റംസ് ഓഫ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ് ബുക്സ് ഓഫ് അക്കൗണ്ട്. ഓക്കെ, ഏതൊക്കെ രീതിയിൽ നമുക്ക് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാം എന്നുള്ള രീതിയിൽ. ഡബിൾ എൻട്രി ഉണ്ട്, സിംഗിൾ എൻട്രി ഉണ്ട്.
ഓക്കെ, ഡബിൾ എൻട്രി സിസ്റ്റമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. സിംഗിൾ എൻട്രി അത് കൂടുതൽ ഡീറ്റെയിലും കാര്യങ്ങളും ഒന്നും ഇത് ചെയ്യേണ്ട. സിസ്റ്റംസ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ രണ്ടാണ് വരുന്നത്, ഡബിൾ എൻട്രി സിംഗിൾ എൻട്രി വരും. ഡബിൾ എൻട്രി വരുമ്പോൾ റിസീവിങ് ആസ്പെക്റ്റും ഗിവിങ് ആസ്പെക്റ്റും ഉണ്ട്. സിംഗിൾ എൻട്രിയിൽ അങ്ങനെയൊന്നുമില്ല, നടക്കുന്ന സംഭവം നമ്മൾ അതേപോലെ എഴുതി വെക്കുന്നു. ഓക്കെ, അതാണ് ഡിഫറെൻറ്റ് സിസ്റ്റംസ് ഓഫ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ് വരുന്നത്. പിന്നെ വരുന്നത് ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. ഓക്കെ, അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറഞ്ഞ പോലെ കുറേ വട്ടം ചോദിച്ചിട്ടുണ്ട്. റിലയബിലിറ്റി, റെലവൻസ്, അണ്ടർസ്റ്റാൻഡബിലിറ്റി, കമ്പാരബിലിറ്റി. ഓക്കെ, ആ ഏരിയയിൽ നിന്ന് എന്തായാലും ചോദ്യം നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. പിന്നെ ഇക്വേഷൻ കൊടുത്തിട്ട് അത് സോൾവ് ചെയ്യാനുള്ളതാണ്. ഇക്വേഷൻ ഒരു അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ഇക്വിറ്റി. ഓക്കെ, അത് വെച്ചിട്ട് നമ്മൾ ചെയ്ത് വരുമ്പോൾ ലാസ്റ്റ് രണ്ടും ഈക്വൽ ആയിട്ട് വരണം. ഓക്കെ, അതിൽ നിന്ന് അക്കൗണ്ടിങ് ഇക്വേഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് സെക്കൻഡ് ടേമിൽ ഈ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ടൊന്നും ചോദിച്ചിട്ടില്ല. പക്ഷെ ചിലപ്പോൾ ഒരു ചെറിയ ക്വസ്റ്റ്യൻ ഇതേപോലെ ഇങ്ങനെ ചെറിയ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് നമുക്ക് 3 മാർക്ക് എന്നുള്ള രീതിയിൽ ചിലപ്പോൾ അവർ ചോദിക്കും. ഓക്കെ, പിന്നെ ഇതിൽ നിന്ന് വരുന്ന പോർഷൻ എന്ന് പറഞ്ഞാലാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്. ഓക്കെ, അതും ഫസ്റ്റ് നമ്മുടെ ടേമിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ വരുന്നതാണ്. ഓക്കെ, 4 ഇതേയുള്ള ഒബ്ജക്റ്റീവ്സ്, അത് 4 പഠിച്ചു വെക്കണം. ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ്, ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ് ഒക്കെ എന്തായാലും ചോദിക്കും. ഓക്കെ, ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാനുള്ള ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞുള്ള ടേംസും ചോദിക്കാം. പിന്നെ അക്കൗണ്ടിങ് ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ്, അത് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ യൂസേഴ്സ്, അതേപോലെ ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, പിന്നെ അതേ മാച്ച് ദ ഫോളോയിങ് സെക്കൻഡ് ചാപ്റ്ററിൽ വരുന്നതാണ്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി പോവാം. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഇപ്പം കൊടുത്തേക്കുന്നത് എന്താ പറയുക, കുറച്ചിതേ കൊടുത്തിട്ടുള്ളൂ. നമ്മൾ നോക്കുമ്പോൾ നമുക്ക് എല്ലാം ജസ്റ്റ് ഒന്ന് നോക്കി പോവാം. ഫസ്റ്റ് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്, സിമ്പിളായിട്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാണ്. ഓക്കെ, ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബിസിനസ് വേറെയാണ്, ഓണർ വേറെയാണ്. ഓക്കെ, പിന്നെ മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ്. മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ് എന്ന് പറയുമ്പം എന്താണ് ഉദ്ദേശിക്കുന്നത്? മണിയിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്യാവുള്ളൂ. ഇപ്പം അതിൻ്റെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, കണ്ട. ഒരു ടീം ലീഡ് ഒരു ലെക്ചർ കൊടുക്കുന്നു, അത് മണി ടേംസിൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പം മണി ടേംസിൽ മെഷർ ചെയ്യാൻ പറ്റുന്നത് മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്യത്തുള്ളൂ. ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ബിസിനസ് ഒരിക്കലും നിൽക്കുന്നില്ല, കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അല്ല നമ്മൾ 3 മാസം കഴിയുമ്പോൾ അത് അടച്ചു പൂട്ടും എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യുന്ന പരിപാടിയല്ല. കുറേ നാളത്തേക്ക് പോവും എന്നുള്ള രീതിയിൽ വെച്ചിട്ടാണ് എന്താണ് നമ്മൾ ബിസിനസ് ഫ്രണ്ടിലോട്ട് പോകുന്നത്. ഓക്കെ, പിന്നെ അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറഞ്ഞാൽ എത്ര നാളത്തേക്കാണ്, എത്ര നാൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ ഒരു ഇതിൻ്റെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്താണ് സംഭവം എന്നുള്ള രീതിയിൽ അറിയാൻ വേണ്ടി, നമ്മുടെ ബിസിനസ് ഏത് പൊസിഷനിലാണ് നിൽക്കുന്നത് എന്നുള്ള അറിയാൻ വേണ്ടി നമ്മൾ കുറച്ച് പീരീഡ്, ചിലപ്പോൾ അത് 3 മാസമായിരിക്കാം. 3 മാസം കഴിയുമ്പോൾ എത്രത്തോളം പെർഫോമൻസ് ഉണ്ടെന്ന് നോക്കാം. ചിലപ്പോൾ 6 മാസമായിരിക്കാം. മോസ്റ്റ്ലി 1 ഇയർ എന്നുള്ള രീതിയിലാണ് പോകുന്നത്. ഇനി കോസ്റ്റ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? റിക്വയർസ് ഓൾ എക്സ്പെൻസസ് നമ്മൾ നേരത്തെ ചെയ്തതേ ഉള്ളൂ. എന്തായിരിക്കും? റെക്കോർഡ് ഇൻ ദ ബുക്ക് ഓഫ് അക്കൗണ്ട്സ് അതിൻ്റെ പേർച്ചേസ് പ്രൈസ്. ഓക്കെ, പേർച്ചേസ് പ്രൈസ് എന്ന് എന്തൊക്കെയായിരിക്കും വരുന്നത്? വാങ്ങിച്ച പ്രൈസ് മാത്രമല്ല, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇൻസ്റ്റലേഷൻ, ട്രാൻസ്പോർട്ടേഷൻ, അക്വിസിഷൻ, എന്ത് കാര്യം, വേജസ് ആയാലും എന്ത് കാര്യം വന്നാലും അതും കൂടെ ഇൻക്ലൂഡഡ് ആയിരിക്കും. ഓക്കെ, ഇതാണ് മെഷീനറി 50 ലക്ഷത്തിന് വാങ്ങിച്ചു, ട്രാൻസ്പോർട്ടേഷൻ 10,000, റിപ്പയർ 15,000, പിന്നെ ഇൻസ്റ്റലേഷൻ 27,000. അപ്പോൾ അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ചുമ്മാ 50 ലക്ഷം മാത്രമല്ല, എല്ലാം കൂടെ കൂട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇനി ഡ്യുവൽ ആസ്പെക്ട് എന്ന് പറയുന്നത് എല്ലാ ട്രാൻസാക്ഷനും 2 ആസ്പെക്ട് വരും. ഓക്കെ, പിന്നെ അത് കൊടുത്തേക്കുന്ന പോലെ ഗുഡ്സ് വർത്ത് റുപ്പീസ്. ഓക്കെ, റാം ബോട്ട് ഗുഡ്സ് വർത്ത് റുപ്പീസ് 10,000 ഫോർ കമ്പനി എന്ന് പറയുമ്പോൾ അവിടെ എന്തോ സംഭവിക്കുന്നത്? നമുക്ക് അസറ്റ് കിട്ടി. ഓക്കെ, അസറ്റ് എങ്ങനെയാണ് കിട്ടിയത്? നമ്മൾ പൈസ കൊടുത്തിട്ടാണ്, പൈസ പോയി നമ്മുടെ കയ്യിൽ നിന്ന്, പക്ഷെ അസറ്റ് കിട്ടി. ഓക്കെ, അല്ലെങ്കിൽ മെഷീനറി നമുക്ക് ഇവിടെ ഗുഡ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഗുഡ്സ് കിട്ടി, പക്ഷെ കയ്യിൽ നിന്ന് പൈസ പോയി. അപ്പം 2 ആസ്പെക്റ്റ് ഇതിൽ വരും. അപ്പം നമ്മുടെ അക്കൗണ്ടിങ് ഇക്വേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഏത് ആസ്പെക്റ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഡ്യുവൽ പ്രിൻസിപ്പിൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അക്കൗണ്ടിങ് ഇക്വേഷനാണ്. അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ. ഓക്കെ, ഇപ്പം ഇങ്ങനെയും ക്വസ്റ്റ്യൻ വരാം. ഇത് ഏത് കോൺസെപ്റ്റിലാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡ്യുവാലിറ്റി കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ് ആണ് വരുന്നത്. ഓക്കെ, പിന്നെ റവന്യൂ റെക്കഗ്നിഷൻ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇവിടെ എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഒരു ക്രെഡിറ്റ് സെയിൽസ് നടന്നു. ഓക്കെ, ക്രെഡിറ്റ് സെയിൽസ് നടന്നു. ക്രെഡിറ്റ് സെയിൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സാധനം വിറ്റു, കടത്തിനാണ് വിറ്റത്, പൈസ കിട്ടിയോ? ഇല്ല. നമുക്ക് എപ്പോഴാണ് കിട്ടുന്നത്? ഒരു മാസം കഴിഞ്ഞിട്ട് അയാൾ തരത്തോളം എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ 1 മാസത്തിന് ശേഷം പൈസ കിട്ടുമ്പോഴല്ല നമ്മളത് റെക്കോർഡ് ചെയ്യുന്നത്. എന്നാണോ ആ ക്രെഡിറ്റ് സെയിൽസ് നടന്നിട്ടുള്ളത് അന്ന് നമ്മളത് റെക്കോർഡ് ചെയ്യും. ഓക്കെ, സെറ്റാണേ, കുഴപ്പമൊന്നുമില്ലേ? അപ്പോൾ അതാണ് റവന്യൂ റെക്കഗ്നിഷൻ. എന്നാണോ റിയലൈസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ എന്താണ്? എന്നാണോ നടക്കുന്നത്, പൈസ ചിലപ്പം പിന്നെ ആയിരിക്കും കിട്ടുന്നത്, പക്ഷെ എന്നാണോ നടക്കുന്നത് അപ്പോഴായിരിക്കും നമ്മളിത് റെക്കോർഡ്
ചെയ്യും, അപ്പോഴേ റെക്കോർഡ് ചെയ്യും. പിന്നെ പൈസ പിന്നെ കിട്ടുന്നത് ഓക്കെ. അടുത്തത് മാച്ചിങ് കോൺസെപ്റ്റ്. മാച്ചിങ് കോൺസെപ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇവിടെ നമുക്ക് ഒരു വർഷം കിട്ടുന്ന റവന്യൂ നമ്മൾ ചെലവാക്കുന്ന ആ ഒരു എക്സ്പെൻസും രണ്ടും എപ്പോഴും ഈക്വൽ ആയിട്ടായിരിക്കും ഇരിക്കട്ടെ. ഓക്കെ, അങ്ങനെ ഈക്വൽ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തോ കുഴപ്പമുണ്ടെന്നാണ് പറയുന്നത്. അതാ എക്സ്പെൻസ് അക്കൗണ്ടിങ് പീരിയഡ് ഷുഡ് ബി മാച്ച്ഡ് വിത്ത് റവന്യൂസ് ഡ്യൂറിംഗ് ദ പീരിയഡ്. ഓക്കെ, രണ്ടും ഈക്വൽ ആയിട്ട് പോകണം എന്നുള്ളതാണ്. അതാണ് മാച്ചിങ് കോൺസെപ്റ്റ് പറയുന്നത്. ഓക്കെ, ഇനി ഫുൾ ഡിസ്ക്ലോഷർ കോൺസെപ്റ്റ്. ഫുൾ ഡിസ്ക്ലോഷർ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നമ്മൾ എന്താണ് നമ്മുടെ ആ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എല്ലാത്തിലും ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം എന്നുള്ളത്, മറച്ചു വെക്കാൻ പാടില്ല എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി കൺസിസ്റ്റൻസി കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മെത്തേഡ് നമ്മൾ അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ മെത്തേഡ് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകണം. ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണ്, ഒരു വർഷം സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ് ചെയ്ത് പിന്നെ അടുത്ത വർഷം വേണ്ട എന്നാൽ പിന്നെ ഡിമിനിഷ് ചെയ്യും. അങ്ങനെ നമുക്ക് പറ്റില്ല. അത് എന്ത് കാര്യമാണെങ്കിലും ഒരു മെത്തേഡ് നമ്മൾ അഡോപ്റ്റ് പിന്നെ അത് ഭയങ്കരമായി ഡ്രാസ്റ്റിക് എന്തെങ്കിലും ചേഞ്ച് വന്ന് കുറേ നാൾക്ക് ശേഷം വന്നു കഴിഞ്ഞാൽ നമുക്ക് മാറ്റാമല്ല, ചുമ്മാ നമുക്ക് മെത്തേഡ് മാറ്റാൻ പറ്റില്ല. ഓക്കെ, ഇനി കൺസർവേറ്റീവ് പ്രൂഡൻസ് എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? നമുക്ക് എന്തെങ്കിലും ഒരു പൈസ കിട്ടാനുണ്ട്, ഓക്കെ, പ്രോഫിറ്റ് അല്ലെങ്കിൽ പൈസ കിട്ടാനുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും കിട്ടാനുണ്ട് അതുകൊണ്ട് എടുത്തത് റെക്കോർഡ് ചെയ്യാം, അങ്ങനെ ചെയ്യാൻ പാടില്ല. പ്രോഫിറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. പ്രോഫിറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ റവന്യൂ ഓൺ ചെയ്യാന്നുള്ള രീതിയിൽ നമുക്ക് എന്തെങ്കിലും പൈസ കിട്ടാനുണ്ടെന്നുള്ള രീതിയിൽ നമുക്കൊരു ചാൻസ് ഉണ്ട്, പ്രോഫിറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഉടനെ അത് റെക്കോർഡ് ചെയ്യരുത്. ഓക്കെ, കിട്ടിയതിന് ശേഷം പ്രോഫിറ്റ് കിട്ടിയതിന് ശേഷം മാത്രമേ റെക്കോർഡ് ചെയ്യാവുള്ളൂ. പക്ഷെ ലോസിൻ്റെ കേസിൽ എന്തെങ്കിലും ഒരു പോസിബിലിറ്റി മതി, നമുക്ക് ഉറപ്പൊന്നുമില്ല. ഓക്കെ, പ്രോഫിറ്റിൻ്റെ കേസിൽ നമുക്ക് ഉറപ്പാണ് പൈസ കിട്ടും, പക്ഷെ എന്നാലും നമ്മൾ റെക്കോർഡ് ചെയ്യില്ല, പൈസ കിട്ടിയതിന് ശേഷം മാത്രമേ റെക്കോർഡ് ചെയ്യത്തുള്ളൂ. പക്ഷെ ലോസിൻ്റെ കേസിൽ കിട്ടുമോ കിട്ടാതിരിക്കും നമുക്കറിയില്ല, പക്ഷെ എന്തെങ്കിലും ഒരു 1% പോസിബിലിറ്റി ഉണ്ട് ലോസ് ആവാന്നുണ്ടെങ്കിൽ പോലും നമ്മളത് റെക്കോർഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അത് നമ്മൾ ഡിപ്രീസിയേഷൻ അതെല്ലാം റെക്കോർഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ്, അത് നിങ്ങൾ പ്രോബ്ലത്തിലോട്ട് നമുക്ക് ഫൈനൽ അക്കൗണ്ട്സ് വരുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവും. ഓക്കെ, ഇനി ഒബ്ജക്റ്റീവ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന അക്കൗണ്ടിങ് ഇത് ചെയ്യുമ്പോൾ ഫ്രീ ഫ്രം ബയാസ് ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ നമുക്ക് തോന്നുന്നല്ല എന്നാൽ പിന്നെ ഇങ്ങനെ ചെയ്യാം, ഇങ്ങനെയൊക്കെ വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ, അങ്ങനെയുള്ള പരിപാടി ചെയ്യരുത് എന്നുള്ളതാണ് പറയുന്നത്. എന്താണോ എൻ്റെ അത് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിരിക്കുന്നത് ഫാക്ട് അതേപോലെ എഴുതുക. ഓക്കെ, പിന്നെ വരുന്നതാണ് മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ്. മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, നമുക്ക് എന്തിതാണെങ്കിലും ഓക്കെ കറക്റ്റായിട്ടുള്ള അല്ലെങ്കിൽ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം റെക്കോർഡ് ചെയ്യാം. ഓക്കെ, അല്ലാതെ അനാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് വലിയ ഇൻമെറ്റീരിയൽ ആയിട്ടുള്ള സംഭവമുള്ള കാര്യങ്ങളും റെക്കോർഡ് ചെയ്യേണ്ട കാര്യമില്ല. മെറ്റീരിയൽ ആയിട്ടുള്ള ഫാക്റ്റായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം റെക്കോർഡ് ചെയ്ത് പോവുക എന്നുള്ളതാണ്. ഓക്കെ, മെറ്റീരിയൽ കോൺസെപ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇത്രയാണ്. ഈ ഒരു പോർഷനിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു ഇതിൽ നിന്ന് നമുക്ക് ചോദിക്കാനുള്ള ഇത് ഉദ്ദേശിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം ജസ്റ്റ്. ഓക്കെ, ട്രാൻസാക്ഷൻസ് ആർ ടു ബി കെപ്റ്റ് നോട്ട് ഇൻ ഫിസിക്കൽ യൂണിറ്റ്. ഓക്കെ, നോട്ട് ഇൻ ഫിസിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളത്, അത് ഏത് ഇതിൽ വരുന്നെന്നുള്ളതാണ്. ഓക്കെ, അടുത്ത് നോക്കാം. ഫേംസ് വുഡ് കണ്ടിന്യൂ ടു ക്യാരി ഔട്ട് ദിസ് ഓപ്പറേഷൻ ഇൻഡെഫിനറ്റ്ലി. ഓക്കെ, കണ്ടിന്യൂസ് ആയിട്ട് ബിസിനസ് കണ്ടിന്യൂ ചെയ്യും എന്നുള്ള രീതിയിൽ. പിന്നെ വരുന്നത് അസറ്റ് എന്ന് പറയുന്നത് അസറ്റ് ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലൈബിലിറ്റി, നമ്മുടെ അക്കൗണ്ടിങ് ഇക്വേഷൻ ആണ്. പിന്നെ ഈ ട്രാൻസാക്ഷൻ സപ്പോർട്ടഡ് ബൈ വെരിഫയബിൾ ഡോക്യുമെന്റ്. ഓക്കെ, അപ്പം ട്രാൻസാക്ഷൻസ് ആർ ടു ബി കെപ്റ്റ് നോട്ട് ഇൻ ഫിസിക്കൽ യൂണിറ്റ്. ഓക്കെ, അത് ഉദ്ദേശിക്കുന്നത് എന്താണ് വരുന്നത്, നമുക്ക് മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റിലാണ്. ഓക്കെ, മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ് നമ്മൾ ഒരു ഇത് പറഞ്ഞായിരുന്നു, എന്താണ് മണി അല്ലാതെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ റെക്കോർഡ് ചെയ്യരുതെന്ന് പറഞ്ഞു. അതേപോലെ നമ്മളൊരു 100 സാധനം വാങ്ങിക്കുകയാണ്. ഓക്കെ, അല്ലെങ്കിൽ 100 കിലോയുടെ സാധനം വാങ്ങിക്കുക, അല്ലെങ്കിൽ 100 യൂണിറ്റ് വാങ്ങിക്കുക. ഓക്കെ, അതിന് 1000 രൂപയായി എന്നുള്ള രീതിയിൽ നമ്മൾ 100 യൂണിറ്റ് വാങ്ങിച്ചപ്പോൾ നമുക്ക് 1000 രൂപ. അവിടെ വേണമെങ്കിൽ നമുക്ക് റെക്കോർഡ് ചെയ്ത് വെക്കാം, നമുക്കൊരു ആവശ്യമാണ് 100 യൂണിറ്റ് വാങ്ങിച്ചു 1000 രൂപയായി എന്നുള്ള രീതിയിൽ റെക്കോർഡ് ചെയ്ത് വെക്കാം. അല്ല നമ്മൾ ഈ ഒരു 100 യൂണിറ്റ് വാങ്ങിച്ചു എന്നുള്ളത് ആ 100 യൂണിറ്റ് ആ ഒരു ഫിസിക്കൽ യൂണിറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ റെക്കോർഡ് ചെയ്യില്ല, അതിന് ചെയ്യേണ്ട കാര്യമില്ല. നമുക്കതിൻ്റെ ഫൈനലായിട്ട് ആ 100 യൂണിറ്റ് വാങ്ങിച്ചാൽ എത്ര രൂപയായി എന്നുള്ളത് മാത്രമാണ് നമ്മൾ വെക്കുക. അതും ഈ മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റിലാണ് വരുന്നത്. കാരണം അത് മണിയായിട്ട് ബന്ധപ്പെട്ടാണോ? അത് അല്ല, ഫിസിക്കൽ യൂണിറ്റാണ്. ഓക്കെ, അപ്പോൾ ആ യൂണിറ്റ് നമ്മൾ വെക്കേണ്ടത് നമ്മുടെ ഒരു റെഫറൻസിന് വേണ്ടി വെക്കാം, പക്ഷെ അല്ലാതെ വെക്കേണ്ടത് കാര്യമില്ല എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത് നോക്കാം. ക്യാരി ഓപ്പറേഷൻ ഇൻഡെഫിനിറ്റ്ലി എന്ന് പറഞ്ഞാൽ ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്. ഓക്കെ,
അസറ്റ് ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലൈബിലിറ്റി. ഞാൻ നേരത്തെ പറഞ്ഞുള്ളത് എന്താ വരുന്നത്, ഡുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ്. പിന്നെ എവറി ട്രാൻസാക്ഷൻ സപ്പോർട്ടഡ് ബൈ വെരിഫയബിൾ ഒബ്ജക്റ്റിവിറ്റി. പറഞ്ഞ പോലെ വെറുതെ നമുക്ക് തോന്നുന്ന പോലെ ചെയ്യാൻ പറ്റില്ല, ഫാക്ട് വെച്ചിട്ടാണ് നമ്മൾ. അപ്പോൾ ഇതിന് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന എക്സാമ്പിളാണ് ദീസ് സപ്പോർട്ടഡ് ബൈ വെരിഫയബിൾ ഡോക്യുമെന്റ്സ് വെച്ചിട്ട് കറക്റ്റ് ഫാക്ട് ചെയ്യണം എന്നുള്ളത് ഏതാണ്, ഒബ്ജക്റ്റിവിറ്റി കോൺസെപ്റ്റ് ആണ്. ഓക്കെ, ഇത്രയാണ് അക്കൗണ്ടിങ് നമുക്ക് പ്രിൻസിപ്പൾസും സംഭവവും കാര്യങ്ങളും വരുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ജേണലും ലെക്ചറുമാണ്. ഓക്കെ, അപ്പം ജേണലിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കാണാൻ ബുദ്ധിമുട്ടായിരിക്കാം, പക്ഷെ നമുക്ക് ഏറെക്കുറെ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടി കാണുമായിരിക്കും. ഒന്ന് വരുന്നത് ഡ്രോയിങ്സ് ആണ്. ഓക്കെ, രണ്ടാമത് വരുന്നത് നമ്മൾ പറഞ്ഞുള്ള ജേർണലൈസിങ് ആണ് വരുന്നത്. മൂന്നാമത്തെ നമുക്ക് നോക്കാം. ഓക്കെ, പേഴ്സണൽ യൂസിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും വിഡ്രോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഡ്രോയിങ്സിലാണ് വരുന്നത്. ഓക്കെ, പിന്നെ അതെ ഞാൻ പറഞ്ഞ പോലെ കുറേ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. കറണ്ട് അസറ്റ്, കറണ്ട് ലൈബിലിറ്റി ആസറ്റ്, റവന്യൂ, എക്സ്പെൻസ്, ഇൻകം എന്നൊക്കെ പറഞ്ഞ് കുറേ ടേംസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അർത്ഥം പഠിക്കണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റൂ. ഓക്കെ, അപ്പോൾ കറണ്ട് അസറ്റ്സ് എന്തൊക്കെയാണ്, കറണ്ട് ലൈബിലിറ്റി എന്തൊക്കെയാണെന്നുള്ളതും നോൺ കറണ്ട് ലൈബിലിറ്റി, നോൺ കറണ്ട് അസറ്റ് എന്താണെന്നുള്ളതാണ് ഇവിടെ ഇത് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ 4 എണ്ണം കൊടുത്തിട്ടുണ്ട്, 2 മാർക്കിന് ക്വസ്റ്റ്യൻ. കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, സൺട്രി ഡെറ്റേഴ്സ് ആണ്. ഓക്കെ, അടുത്തത് നോൺ കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന ഫിക്സ്ഡ് അസറ്റ്, മെഷീനറി. ഓക്കെ, കറണ്ട് ലൈബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, സൺട്രി ക്രെഡിറ്റേഴ്സ്. നോൺ കറണ്ട് ലൈബിലിറ്റി എന്ന് പറഞ്ഞാൽ ലോങ് ടേം ലോൺ. ഓക്കെ, അപ്പോൾ അത് എന്താ സംഭവം എന്നുള്ളത് ജസ്റ്റ് എന്ന് പറയാം. വീണ്ടും ഗ്യാപ്പിൻ്റെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് എന്തായാലും പഠിച്ചു വെക്കണം. അടുത്തത് ഐഡന്റിഫൈ ദ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ആസ്. ഇത് നമുക്ക് നോക്കാം. ഓക്കെ, ഈ ഒരു സംഭവം അറിഞ്ഞിരിക്കണം. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊരു ട്രിക്ക് പോലെ നമുക്ക് പഠിച്ചു വെക്കാവുന്നതാണ്, ഡീലർ എന്നും പറഞ്ഞു. ഓക്കെ, ഇത് വെച്ചിട്ടായിരിക്കണം നിങ്ങൾ ജേർണൽ ഇനിയുള്ള ചാപ്റ്റേഴ്സ് എല്ലാം നിങ്ങൾക്ക് ഒരു തറവായി കഴിഞ്ഞാൽ സുഖമായിട്ട് നിങ്ങൾക്ക് ഇനിയുള്ള ചാപ്റ്റേഴ്സിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എളുപ്പത്തിന് വേണ്ടി നമ്മളൊരു ഇത് കൊടുത്തേക്കുവാണ്, ഡീലർ എന്നും പറഞ്ഞു. ഓക്കെ, ഡീലർ നമുക്ക് ഓർത്ത് വെക്കാവുന്നേ. അത് നമ്മൾ ഡിവൈഡ് ചെയ്ത് DEA LER. ഓക്കെ, അപ്പൊ DEA എന്ന് പറയുന്ന സാധനങ്ങൾക്ക് എല്ലാം ഡെബിറ്റ് ബാലൻസ് ആണ്. ഓക്കെ, LER എന്ന് പറയുന്നതിനെല്ലാം ക്രെഡിറ്റ് ബാലൻസ് ആണ്. ഓക്കെ, ഓർത്ത് വെക്കുക, DEA എന്ന് പറയുന്നതിനെല്ലാം ഡെബിറ്റ് ബാലൻസും. ഈ DEA LER എന്തുവാന്ന് നമുക്ക് നോക്കാം. D എന്ന് പറയുമ്പോൾ ഡിവിഡൻസ് ഓർ ഡ്രോയിങ്സും, E എന്ന് പറഞ്ഞാൽ എക്സ്പെൻസസ് ഓർ ലോസസും, A എന്ന് പറഞ്ഞാൽ അസറ്റ്. ഓക്കെ, L എന്ന് പറഞ്ഞാൽ ലൈബിലിറ്റി, E എന്ന് പറഞ്ഞാൽ ഇക്വിറ്റി ഓർ ക്യാപിറ്റൽ എന്നുള്ള രീതിയിൽ. ഓക്കെ, ഇക്വിറ്റി വരും, ക്യാപിറ്റൽ വരും. R എന്ന റവന്യൂ ഓർ ഇൻകം. ഓക്കെ, കൃത്യമാണ്. അപ്പൊ ഈ 3 സാധനത്തിന് ഡെബിറ്റ് ബാലൻസ് ആണ്, ഈ 3 കാര്യത്തിനും ക്രെഡിറ്റ് ബാലൻസ് ആണ്. അത് എന്തുകൊണ്ടാണ് അതിന്റെ ഡെബിറ്റ് ബാലൻസ് എന്തോ കിട്ടുന്നത് ആലോചിക്കേ വേണ്ട. ഓക്കെ, ഞാൻ എപ്പോഴും പറയുന്ന എക്സാമ്പിൾ ആണ്, 1 + 1 2 ആണ്. ഓക്കെ, അതെന്താ 3 ആവാങ്ങി, അങ്ങനെ നമ്മൾ ചോദിച്ചാൽ നമുക്ക് അറിയില്ല, അതങ്ങനെയാണ് ചെയ്യുന്നത്. ആപ്പിളിനെ നമ്മൾ ആപ്പിൾ എന്നാണ് വിളിക്കുന്നത് അല്ലെ, ഓറഞ്ചിനെ ഓറഞ്ച് എന്ന് വിളിക്കുന്നു. ഓറഞ്ച് ശരിക്കും പറഞ്ഞാൽ ആ കളറിന്റെ പേര് കൊടുത്ത എന്തിനാണ്, വേറെ എന്തെങ്കിലും കൊടുത്താൽ പറ്റും. അങ്ങനെയാണെങ്കിൽ ആപ്പിളിനെ റെഡ് എന്ന് വിളിച്ചാൽ പറ്റും. ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചാൽ നമുക്ക് ഉത്തരമില്ലാത്ത ചോദ്യമാണ്. ഓക്കെ, അപ്പൊ അതേപോലെ ആലോചിക്കുക, ഇതിന് എന്തിനാണ് ഡെബിറ്റ് ബാലൻസ് എന്ന് പറഞ്ഞാൽ അതിനുള്ള അങ്ങനെ ഇതില്ല. ഓക്കെ, ഇതിനെല്ലാം ഡെബിറ്റ് ബാലൻസ് ആണെന്നുള്ള ആയിരിക്കും. ഡെബിറ്റ് ക്രെഡിറ്റ് എന്താണെന്നുള്ള, ഡെബിറ്റ് നല്ലതാണ്, ക്രെഡിറ്റ് നല്ലതാണ്, അല്ലെങ്കിൽ ക്രെഡിറ്റ് കൊള്ളൂല, അല്ലെങ്കിൽ ഡെബിറ്റ് എന്ന് പറഞ്ഞാൽ കൂടുന്നു, ക്രെഡിറ്റ് അങ്ങനെയുള്ള ഒരു കാര്യവും മൈൻഡിൽ ആലോചിക്കണ്ട. ഓക്കെ, ഇതിന് ഈ പറയുന്ന 3നും ഡെബിറ്റ് ബാലൻസ് ആണ്, ഇത് 3നും ക്രെഡിറ്റ് ബാലൻസ് ആണ്. അങ്ങനെ മാത്രമായിരിക്കും, വേറെ ഒരു കൺഫ്യൂഷനും വേണം. ഓക്കെ, എന്തോ ആയിക്കോട്ടെ, ഡെബിറ്റ് എന്തോ ആയിക്കോട്ടെ, ക്രെഡിറ്റ് എന്തോ ആയിക്കോട്ടെ, എനിക്ക് പ്രത്യേകിച്ച് അർത്ഥമൊന്നും കൊടുക്കട്ടെ നിങ്ങൾ. ഓക്കെ, അങ്ങനെ അർത്ഥം മാറിക്കൊണ്ടിരിക്കുന്നതാണ്. ഇനി ഇതിന് 3നും ഡെബിറ്റ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഡെബിറ്റ് ബാലൻസ് ഉള്ള സാധനം. ഓക്കെ, ഫോർ എക്സാമ്പിൾ പറയുകയാണ് അസറ്റ്. ഓക്കെ, ഞാൻ ഒരു മെഷീനറി വാങ്ങിച്ചു. ഓക്കെ, മെഷീൻ വാങ്ങിച്ചു എന്ന് പറഞ്ഞാൽ അസറ്റ് ആണ്. ഓക്കെ, അസറ്റിന് എന്ത് ബാലൻസ് ആണെന്ന് പറഞ്ഞു, നമ്മൾ ഡെബിറ്റ് ബാലൻസ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഡെബിറ്റ് ബാലൻസ് ഉള്ള സാധനം കൂടുവാണ് ഇവിടെ. ഓക്കെ, കാരണം എന്താ, മെഷീനറി നമ്മൾ വാങ്ങിച്ചു എന്ന് പറയുമ്പോൾ മെഷീനറി കൂടുവാണ്, അസറ്റ് കൂടുവാണ്, മെഷീനറി നമുക്ക് വന്നു. ഓക്കെ, അപ്പൊ അസറ്റിന് എന്ത് ബാലൻസ് ആണ്, ഡെബിറ്റ് ബാലൻസ് ആണ്. ഡെബിറ്റ് ബാലൻസ് ഉള്ള ഒരു സാധനം കൂടുവാണെങ്കിൽ നമ്മൾ ഡെബിറ്റ് ചെയ്യും. ഓക്കെ, ഇനി മെഷീനറി നമ്മൾ വിൽക്കുന്നു. ഓക്കെ, മെഷീനറി വിൽക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, മെഷീനറി നമ്മുടെ കയ്യിൽ നിന്ന് പോവുകയാണ്, മെഷീനറി കുറയുവാണ്. അതിന്റെ അർത്ഥം എന്താണ്, അസറ്റ് കുറയുവാണ്. അസറ്റിന് എന്ത് ബാലൻസ് ആണ്, ഡെബിറ്റ് ബാലൻസ് ആണ്. ഡെബിറ്റ് ബാലൻസ് ഉള്ള സാധനം കുറയുവാണെങ്കിൽ നമ്മൾ അതിനെ ക്രെഡിറ്റ് ചെയ്യും. ഓക്കെ, ഇനി എക്സ്പെൻസ് ഓർ ലോസസ് നോക്കാം.
എക്സ്പെൻസ് ഓർ ലോസസിന് ഡെബിറ്റ് ബാലൻസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ സാലറി പേയ്മെന്റ് ചെയ്തു, ഇലക്ട്രിസിറ്റി അടച്ചു, വേജസ് അടച്ചു, ഇതെല്ലാം എന്താണ്? എക്സ്പെൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സ്പെൻസ് കൂടുവാണ്. ഓക്കെ, നമുക്ക് എക്സ്പെൻസ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്ന പറഞ്ഞാൽ നമ്മളൊരു എക്സ്പെൻസ് അക്കൗണ്ടിലോട്ട് നമ്മൾ പൈസ ഇടും. അത്രയും കൺഫ്യൂഷൻ ആക്കട്ടെ, ഇത്രയും ആലോചിച്ചാൽ മതി. ഇതെല്ലാം എക്സ്പെൻസ് ആണ്. ഓക്കെ, എക്സ്പെൻസിന് ഡെബിറ്റ് ബാലൻസ് ആണ്. ഓക്കെ, അപ്പം നമ്മൾ അടയ്ക്കാൻ നിർത്തുമെന്ന് പറഞ്ഞാൽ ഡെബിറ്റ് ഈ പറഞ്ഞ പോലെ എക്സ്പെൻസ് കൂടുവാണ്. ഓക്കെ, അപ്പം എക്സ്പെൻസിന് എന്ത് ബാലൻസ് ആണ്? ഡെബിറ്റ് ബാലൻസ് ആണ്. ഓക്കെ, ഡെബിറ്റ് ബാലൻസ് ഉള്ള സാധനം കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നേ? ഡെബിറ്റ് ചെയ്യും. ഓക്കെ, ഇനി എക്സ്പെൻസ് കുറയുവാണ്. ഓക്കെ, എക്സ്പെൻസ് കുറയുവാണെന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? എക്സ്പെൻസിന് ഡെബിറ്റ് ബാലൻസ് ആണ്. ഡെബിറ്റ് ബാലൻസ് ഉള്ള സാധനം കുറയുമ്പോൾ നമ്മൾ അതിനെ ക്രെഡിറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ സാലറി പെയ്ഡ്, റെന്റ് പെയ്ഡ്, വേജസ് പെയ്ഡ്, അങ്ങനെ എന്തെങ്കിലും ഒക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എക്സ്പെൻസ് നമ്മൾ പെയ്ഡ് എന്നുള്ള രീതിയിൽ കൊടുത്താൽ എക്സ്പെൻസ് കൂടുവാണ്. ഓക്കെ, അപ്പം അതിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യും, കുറയുവാണെങ്കിൽ ക്രെഡിറ്റ് ചെയ്യും. ഓക്കെ, ഇനി ഡ്രോയിങ്സ്. ഓക്കെ, നമ്മൾ പൈസ വിഡ്രോ ചെയ്തു, പേഴ്സണൽ യൂസിന് വേണ്ടി വിഡ്രോ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും വരുന്നത്? ഡ്രോയിങ്സ് കൂടുവാണ്. ഓക്കെ, നമ്മൾ ചെയ്ത ഡ്രോയിങ്സ് കൂടുവാണ്. മറ്റടുത്ത എക്സ്പെൻസ് നമ്മൾ അടച്ചത് കൂടുന്നു എന്നുള്ളതാണ്. ഓക്കെ, എക്സ്പെൻസ് കൂടുവാണ്. അതേപോലെ ഡ്രോയിങ്സ് നമ്മൾ വിഡ്രോ ചെയ്യുമ്പോൾ ഡ്രോയിങ്സ് കൂടുവാണ്. ഓക്കെ, അപ്പോൾ അതിനെന്ത് ബാലൻസാണ്? ഡെബിറ്റ് ബാലൻസാണ്. ഓക്കെ, അപ്പോൾ ഡെബിറ്റ് ബാലൻസ് കൂടുവാണ്. ഓക്കെ, ഡെബിറ്റ് ബാലൻസ് ഉള്ള സാധനം കൂടുമ്പോൾ നമ്മൾ അതിനെ ഡെബിറ്റ് ചെയ്യും. ഇനി നമ്മളത് തിരിച്ചടയ്ക്കുവാണ്. ആ വിഡ്രോ ചെയ്ത സാധനം തിരിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അവിടെ ഡ്രോയിങ്സ് കുറയുവാണ്. ഓക്കെ, അപ്പോൾ ഡ്രോയിങ്സ് ഡെബിറ്റ് ബാലൻസ് ആണ്. ഡെബിറ്റ് ബാലൻസ് ഉള്ള സാധനം കുറയുമ്പോൾ നമ്മൾ അതിനെ ക്രെഡിറ്റ് ചെയ്യും. ഓക്കെ, സെയിം തന്നെ ലയബിലിറ്റി, ഇക്വിറ്റി, ക്യാപിറ്റൽ, റവന്യൂ, ഇൻകം. ഓക്കെ, ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ക്രെഡിറ്റേഴ്സ് അല്ലെങ്കിൽ നമുക്ക് നമ്മൾ പൈസ അടയ്ക്കാനുള്ള ആൾക്കാർ, നമ്മൾ കൊടുക്കാനുള്ള ആൾക്കാരാണ്. ഓക്കെ, പുറത്തുള്ള ഔട്ട്സൈഡേഴ്സ് എന്നുള്ള രീതിയിൽ. ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ എന്താണ്? ബിസിനസ്സിന് ഓണേഴ്സിൻ്റെ അടുത്ത് ലൈബിൾ ആയിട്ടുള്ളതാണ് ക്യാപിറ്റൽ. ഓക്കെ, ബിസിനസ് ഓണേഴ്സിന് കൊടുക്കാനുള്ളതാണ്. ലൈബിലിറ്റി എന്ന് പറഞ്ഞാൽ ബിസിനസ് ഔട്ട്സൈഡേഴ്സിന് കൊടുക്കാനുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആ ലൈബിലിറ്റി പറഞ്ഞ പോലെ നമ്മൾ കടം വാങ്ങിക്കുവാണ്. ഓക്കെ, കടത്തിന് സാധനം വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ എന്തോ അർത്ഥം വരുന്നത്? ലൈബിലിറ്റി കൂടുക. ഔട്ട്സൈഡേഴ്സ് ആണ് ലൈബിലിറ്റി കൂടുക. ക്യാപിറ്റൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ ബിസിനസ് ഓണേഴ്സിനോടുള്ള ലൈബിലിറ്റി കൂടുകയാണെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത് ക്യാപിറ്റലാണ് വരുന്നത്. ഓക്കെ, ഓണേഴ്സായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് മാത്രമേ ക്യാപിറ്റൽ എന്നുള്ള രീതിയിൽ വരത്തുള്ളൂ. ലയബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താ വരുന്നത്? ഔട്ട്സൈഡേഴ്സിന് കൊടുക്കാനുള്ള പൈസ. ക്യാപിറ്റൽ, ഇക്വിറ്റിയോ ക്യാപിറ്റൽ ഓണേഴ്സിന് കൊടുക്കാനുള്ള പൈസ. ഓക്കെ, അപ്പോൾ ഓണേഴ്സ് ക്യാപിറ്റലായിട്ട് ബന്ധപ്പെട്ട് വരത്തുള്ളൂ. ബാക്കി എല്ലാം എന്തായിരിക്കും? ലയബിലിറ്റി, ക്രെഡിറ്റേഴ്സ് എന്നുള്ള രീതിയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെയും നമ്മൾ പെർച്ചേസ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ്, കടത്തിന് സാധനം വാങ്ങിച്ചു എന്ന് പറയുമ്പോൾ അവിടെ എന്തോ ഉദ്ദേശിക്കുന്നത്? ക്രെഡിറ്റേഴ്സ് കൂടുവാണ്. ഓക്കെ, ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ലൈബിലിറ്റി ആണ്. ലൈബിലിറ്റിക്ക് എന്ത് ബാലൻസാണ്? ക്രെഡിറ്റ് ബാലൻസ് ആണ്. ക്രെഡിറ്റ് ബാലൻസ് കൂടുമ്പോൾ നമ്മൾ അതിനെ ക്രെഡിറ്റ് ചെയ്യും. ഓക്കെ, അതേപോലെ കുറയുവാണ്. ഓക്കെ, നമ്മൾ അടയ്ക്കാനുണ്ടായിരുന്ന പൈസ നമ്മളത് തിരിച്ചടച്ചു കൊടുത്തു. ഓക്കെ, തിരിച്ച് പൈസ അടച്ചു. ഓക്കെ, അങ്ങനെ വരുമ്പോൾ എന്തോ സംഭവിക്കുന്നത്? ക്രെഡിറ്റേഴ്സിന് നമ്മൾ പൈസ കൊടുത്ത് തീർത്തു എന്നാണ് അർത്ഥം. അപ്പം ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ലൈബിലിറ്റി ആണ്. ഓക്കെ, ഇവിടെ ലൈബിലിറ്റി കുറയുവാണ്, പൈസ നമ്മൾ കൊടുത്തു തീർത്തു. ഓക്കെ, അപ്പോൾ എന്തോ സംഭവിക്കുന്നത്? ലയബിലിറ്റിക്ക് ക്രെഡിറ്റ് ബാലൻസ് ആണ്. ക്രെഡിറ്റ് ബാലൻസ് ഉള്ള സാധനം കുറയുമ്പോൾ നമ്മൾ അതിനെ ഡെബിറ്റ് ചെയ്യും. ഓക്കെ, ഇതേപോലെ നിങ്ങൾക്ക് തരുന്ന ട്രാൻസാക്ഷൻസ് ഈ 6 ഹെഡിങ്ങിൽ ക്ലാസിഫൈ ചെയ്യാൻ അറിയാമെന്നുണ്ടെങ്കിൽ, ഇത് ക്ലാസിഫൈ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ ഞാൻ പറഞ്ഞ ടേംസ് പഠിക്കണം. ഓക്കെ, അത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ട് കൂടുവാണോ കുറയാണോ അത് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം അത് മറന്ന് പോവരുത്. ഇതാണ് റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. കണ്ടോ, അസറ്റ് എന്ന് പറയുമ്പോൾ എന്ത് സംഭവിക്കുന്നത്? ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഡെബിറ്റ് ചെയ്യും, ഡിക്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളത് ക്രെഡിറ്റ് ചെയ്യും. ഇത് ഇങ്ങനെ പഠിക്കുന്നതിനെക്കാട്ടി കുറച്ചുകൂടെ എളുപ്പമാണ് ഇതേപോലെ പഠിച്ചത്. ഓക്കെ, ഇതേപോലെ പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പഠിക്കാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, വീണ്ടും ഈ പറഞ്ഞ പോലെ പ്രൈമറി ഒബ്ജക്റ്റീവ് നമ്മൾ ഓൾറെഡി കണ്ടു. പിന്നെ കോമ്പോണൻസ് ഓഫ് GST എന്നും പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. അക്കൗണ്ടിങ് ഇക്വേഷൻ പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, വീണ്ടും നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ ടേംസ് കൊടുത്തിട്ട് ഇത് എന്താണെന്നുള്ളത്, അപ്പോൾ ആ ടേംസിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, പൺസോൾ കുറിച്ച് ദ എൻഡ് ഓഫ് ആൻ അക്കൗണ്ടിങ് വരുന്നതാണ് ക്ലോസിംഗ് സ്റ്റോക്കാണ്. പേഴ്സൺ ഹു ഓ ടു ആൻ ഓണ്ടർ പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ബിസിനസ്സിന് പൈസ തരാമെന്നുണ്ടെങ്കിൽ സൺഡ്രി ഡെറ്റർ. എക്സസ് ഓഫ് എക്സ്പെൻസ് ഓവർ റവന്യൂ എന്ന് പറഞ്ഞാൽ ലോസ് ആണ്. കോസ്റ്റ് ഇൻകോർഡ് ടു ഏൺ റവന്യൂ എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് ആണ്. ഓക്കെ, അപ്പം അതിൻ്റെയൊക്കെ മീനിങ് സംഭവം കാര്യങ്ങളും ഇതേപോലെ പഠിച്ചു വെക്കാം. ഓക്കെ,
ഇനി ഇതേ 5 മാർക്കിന് ചോദിച്ചിട്ടുള്ളതാണ് ഏതെങ്കിലും 2 എക്സ്പ്ലെയിൻ ചെയ്യാമെന്നുള്ള രീതി. ഓക്കെ. പിന്നെ 2022 8 മാർക്ക് ജേർണൽ എഴുതി പോകാന്നുള്ള രീതിയിലാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ. പിന്നെ വീണ്ടും വിച്ച് അക്കൗണ്ടിങ് കോൺസെപ്റ്റ് ക്വാളിറ്റി ഓഫ് മാൻ പവർ ഇസ് നോട്ട് റെക്കോർഡഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് മണി ടേംസിൽ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നതാണോ? അല്ല. അപ്പോൾ അതേതാ? മണി മെഷർമെന്റ് കോൺസെപ്റ്റ് ആണ്. ഓക്കെ. പിന്നെ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ പ്രൊവൈഡഡ് ബൈ ആൻ അക്കൗണ്ടിങ് സിസ്റ്റം ഇസ് നീഡഡ് ബൈ ഡാഷ്. ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ പ്രൊവൈഡഡ് ബൈ ആൻ അക്കൗണ്ടിങ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വേണ്ടതാണ്. ഓൾ ഓഫ് ദീസ് ആണ് വരുന്നത്. എല്ലാവർക്കും വരും. ഔട്ട്സൈഡേഴ്സും ഇൻസൈഡേഴ്സും വരും. ഓക്കെ. റൈറ്റ് വൺ ട്രാൻസാക്ഷൻ ഈച്ച് ഹാവിംഗ് ദ ഫോളോയിങ്: ഇൻക്രീസ് ഇൻ അസറ്റ്, ഡിക്രീസ് ഇൻ അസറ്റ്. അത് പറ്റുന്ന ഏതായിരിക്കും വരുന്നത്? ആലോചിച്ച് നോക്കുക. പെർച്ചേസ്ഡ് മെഷീനറി. പെർച്ചേസ്ഡ് മെഷീനറി എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് വരുന്നത്? മെഷീനറി അക്കൗണ്ട് അറ്റഡ് ടു ക്യാഷ്. ഓക്കെ. മെഷീനറി അക്കൗണ്ട് അറ്റഡ് ടു ക്യാഷ് എന്ന് പറയുമ്പം എന്തുമായിരിക്കും വരുന്നത്? അപ്പോൾ അവിടെ എന്തോ വരുന്നത്? അസറ്റ് അവിടെ കൂടുന്നു. ഓക്കെ. അതേപോലെ ക്യാഷ് എന്ന് പറഞ്ഞാൽ അസറ്റാണ്. ക്യാഷ് നമ്മുടെ കയ്യിൽ നിന്ന് പോവുകയാണ്. ക്യാഷ് കൊടുത്തിട്ടാണ് മെഷീനറി വരുന്നത്. അപ്പോൾ മെഷീനറി കൂടുന്നു. മെഷീനറി അസറ്റാണ്. അസറ്റിന് ഡെബിറ്റ് ബാലൻസ് ആണ്. ഡെബിറ്റ് ബാലൻസ് ഉള്ള സാധനം കൂടുന്നു. ഓക്കെ. അതേപോലെ ക്യാഷ് കൊടുത്തിട്ടാണ് മെഷീനറി വാങ്ങിക്കുന്നത്. അപ്പോൾ ക്യാഷ് അസറ്റാണ്. അസറ്റിന് ഡെബിറ്റ് ബാലൻസ് ആണ്. ഡെബിറ്റ് ബാലൻസ് ഉള്ള സാധനം കുറയുന്നു. സിമ്പിൾ എക്സാമ്പിൾ ആണ്. ഓക്കെ. അടുത്തത് ഇൻക്രീസ് ഇൻ അസറ്റും ഇൻക്രീസ് ഇൻ ലൈബിലിറ്റി. സെയിം ഇത് വെച്ചിട്ട് തന്നെ ഞാൻ പറയാം. പെർച്ചേസ് മെഷീനറി ഓൺ ക്രെഡിറ്റ്. കടത്തിന് മെഷീനറി വാങ്ങിച്ചു. ഓക്കെ. അപ്പോൾ എന്തുമായിരിക്കും വരുന്നത്? മിസ്റ്റർ എക്സിൻ്റെ ഏതാ വാങ്ങിച്ചതെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ പറയും മെഷീനറി അക്കൗണ്ട് അറ്റഡ് ടു മിസ്റ്റർ എക്സ്. ഓക്കെ. ഇവിടെ എന്തോ സംഭവിച്ചേ? അസറ്റ് വന്നു. ഇൻക്രീസ് ഇൻ അസറ്റാണ്. അസറ്റ് ഇവിടെ കൂടുന്നു. അതേപോലെ ഇൻക്രീസ് ഇൻ ലൈബിലിറ്റി ആണ്. കാരണം എന്താണ്? ഈ മിസ്റ്റർ എക്സിന് കൊടുക്കാനുള്ള പൈസ കൂടുന്നു. ലൈബിലിറ്റി കൂടുന്നു. ഓക്കെ. ലൈബിലിറ്റിക്ക് എന്ത് ബാലൻസ് ആണ്? ക്രെഡിറ്റ് ബാലൻസ് ആണ്. ഓക്കെ. ക്ലിയർ ആണേ? ആ ഒരു രീതിയിൽ തന്നെ പഠിച്ചു. പിന്നെ കറണ്ട് അസറ്റ്, ഗിവ് ടു എക്സാമ്പിൾസ്, ഇതൊക്കെ സിമ്പിളാണ്. അക്കൗണ്ടിങ് കോൺസെപ്റ്റ് ഇത് ഓക്കെ അക്കൗണ്ടിങ് കോൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട സംഭവമാണ്. ഓക്കെ. ഓക്കെ. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ബിസിനസ് മാൻ ഇസ് ക്രെഡിറ്റർ ഓഫ് ദി ബിസിനസ് ടു ദി എക്സ്റ്റെൻറ്റ് ഓഫ് ഹിസ് ക്യാപിറ്റൽ. ഞാൻ പറഞ്ഞ പോലെ ഓണറും നമ്മുടെ ബിസിനസ്സും രണ്ട് ആൾക്കാരാന്ന് പറഞ്ഞു. അപ്പോൾ ഓണർ കൊണ്ടുവരുന്ന പൈസ എന്ന് പറഞ്ഞാൽ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ലൈബിലിറ്റിയാണ്, തിരിച്ച് കൊടുക്കാനുള്ള പൈസയാണ്. ആ കോൺസെപ്റ്റ് ഏതിലാണ് പറയുന്നത്? ഏത് കോൺസെപ്റ്റിലാണ്? ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. ഓക്കെ. ലൈഫ് ഓഫ് ബിസിനസ് ബ്രോക്കൺ ഇൻ ഷോർട്ടർ ടൈം ഇൻ്റർവെൽസ്. അത് ഉദ്ദേശിക്കുന്ന അക്കൗണ്ടിങ് പീരിയഡാണ്. ഓക്കെ. അക്കൗണ്ടിങ് പീരിയഡ് എന്നുള്ളത് ഞാൻ പറഞ്ഞ പോലെ കുറച്ച് എന്നുള്ള രീതിയിൽ മാറ്റുന്നത്. ഓക്കെ. റവന്യൂസ് റെക്കഗ്നൈസ്ഡ് അറ്റ് ദി പോയിന്റ് ഓഫ് സെയിൽ. ഓക്കെ. ഇതെന്താണ് വരുന്നത്? നമ്മുടെ പറഞ്ഞ പോലെ കൺസർവേറ്റിസം ഇതിലാണ്. റെക്കഗ്നൈസ് പോയിന്റ് ഓഫ് റവന്യൂ റെക്കഗ്നിഷൻ പ്രിൻസിപ്പിൾ. ഓക്കെ. പിന്നെ അതെ ജേർണലൈസ് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ പ്രോഫിറ്റ് ഷുഡ് നോട്ട് ബി റെക്കോർഡഡ് അൺടിൽ റിയലൈസ് ബട്ട് ഓൾ പ്രൊവിഷൻ ഷുഡ് ബി ഗിവൺ ഫോർ ഓൾ പോസിബിൾ ലോസസ്. നമ്മൾ അത് ഏതിലാണ് പറഞ്ഞത്? കൺസർവേറ്റിസം കോൺസെപ്റ്റ്. ഓക്കെ. പ്രോഫിറ്റ് കിട്ടിയതിന് ശേഷം മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്യത്തുള്ളൂ. ലോസ് എന്തെങ്കിലും പോസിബിലിറ്റി ഉണ്ടെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞത് കൺസർവേറ്റിസം കോൺസെപ്റ്റാണ്. ഓക്കെ. വീണ്ടും എക്സ്റ്റേണൽ യൂസസ്, ഇന്റേണൽ യൂസസ് എന്നുള്ള രീതിയിൽ ക്ലാസിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തേ നമ്മൾ മറ്റേ പഠിച്ച കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് വന്നേക്കുന്നത്. ഓക്കെ. ഇവിടെ ഏതൊക്കെയായിരിക്കും വരുന്നത്? അസറ്റ്. അത് അപ്പോഴേ ആ ഇക്വേഷൻ കണ്ടാലേ ആലോചിച്ചിട്ടുണ്ട് ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ്. ഓക്കെ. കോസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ എന്തുമായിരിക്കും വരുന്നത്? പർച്ചേസ് പ്രൈസ്. ഓക്കെ. കൺസിസ്റ്റൻസി കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പോളിസീസും പ്രൊസീജിയർ എപ്പോഴും ചേഞ്ച് ചെയ്യാൻ പാടില്ല എന്നുള്ളത് പറഞ്ഞു. അടുത്തത് ഒബ്ജക്റ്റിവിറ്റി. ഒബ്ജക്റ്റിവിറ്റി എന്തുവായിരുന്നു പറഞ്ഞു? വെരിഫയബിൾ ഡോക്യുമെന്റ്. ഓക്കെ. എപ്പോഴും വെരിഫൈ ചെയ്തിട്ട് മാത്രമേ റെക്കോർഡ് ചെയ്യാം എന്നുള്ളതാണ്. വീണ്ടും ജേർണലിൽ ഈ 3 മാർക്കിൻ്റെ അതേപോലെ ലെഡ്ജർ പ്രിപ്പയർ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. വീണ്ടും ഇൻടാഞ്ചിബിൾ അസറ്റ്, പിന്നെ അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ആലോചിച്ചോണം. അപ്പോൾ ഡ്യുവൽ ആസ്പെക്റ്റിന് എത്ര വട്ടം ചോദിച്ചിട്ടുണ്ടെന്ന് നോക്കണം. പിന്നെ ഇതേപോലെ ഒരു അക്കൗണ്ടിങ് കോൺസെപ്റ്റ് ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് വീണ്ടും ചോദിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ അത് നമ്മൾ ആ പറഞ്ഞ ജേർണൽ എൻട്രി ചെയ്യുന്ന അതേ സംഭവം തന്നെയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഓക്കെ. സോ ഇങ്ങനെയും ചോദിച്ചിട്ടുണ്ട്. പിന്നെ ജേർണൽ എൻട്രി പാസ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ. അപ്പം ജേർണൽ എൻട്രി ലെജറോ ആയതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പോകാഞ്ഞത്. പക്ഷെ നിങ്ങൾ അത് ചെയ്ത് തന്നെ പഠിക്കുക. ഞാൻ പറഞ്ഞ ഡീലർ കോൺസെപ്റ്റ് പഠിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഓക്കെ. സോ നമ്മുടെ ഫസ്റ്റ് ടേമിലെ പോർഷൻസ് കഴിഞ്ഞു. അടിപൊളിയായിട്ട് പോയി എഴുതുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുവാണെങ്കിൽ നമുക്കത് ക്ലിയർ ചെയ്ത് സെറ്റ് ചെയ്ത് പോകും. ഓക്കെ. സോ താങ്ക് യു സോ മച്ച് ഗൈസ്. ഓൾ ദ ബെസ്റ്റ്. ഫസ്റ്റ് ടേം ആണെന്നും പറഞ്ഞ് വിടരുത്. അതിന് കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എക്സാം ഒക്കെ അടിപൊളിയായിട്ട് എഴുതിയിട്ട് വാ. ഓക്കെ. താങ്ക് യു.